എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. പുണർന്ന നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2025 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പുണർന്ന നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2025. Seven of Cups, Knight of Swords, 8 of Swords, 10 of Swords, Tower moment, ലാസ്റ്റ് വന്നിട്ട് ഡെത്ത് കാർഡ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ആദ്യം തന്നെ 7 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഈ ഒരു മാസം പ്രത്യേകിച്ച് പൊതുവേ നിങ്ങൾ വ്യത്യസ്തത ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തത വെച്ച് പുലർത്തുന്ന ഒരു രീതിയാണ്. ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം വ്യത്യസ്തത ഉണ്ടായിരിക്കണം എന്ന് ചിന്തിക്കുന്നതാണ്. എല്ലാം ഒരു വെറൈറ്റി ലൈഫിൽ. ഇപ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത്. ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊജക്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾ ചെയ്യുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ക്രിയേറ്റീവായിട്ടൊക്കെ ആയിരിക്കും കാര്യങ്ങളെ സമീപിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രസൻറ്റേഷൻസോ എന്തെങ്കിലും പ്രോജക്ട്സോ കാര്യങ്ങളൊക്കെ പുതിയ പ്രോജക്റ്റ് എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോജക്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ സെമിനാർ, പ്രസൻറ്റേഷൻസ്, കോൺഫറൻസസ് ഒക്കെ അതൊക്കെ പൊതുവിൽ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രോജക്റ്റ് ആയിരിക്കും ഏറ്റെടുക്കുന്നതോ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഇവിടെ കണ്ടുവരുന്നത്. അതേപോലെ ജോലിയിലാണെങ്കിലും മറ്റുള്ളവർ ചിന്തിക്കാത്ത രീതിയിൽ പുതിയ പുതിയ ഐഡിയാസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നതും നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. വളരെ വ്യത്യസ്ത തലത്തിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുള്ള സമയമാണ്. പൊതുവേ ബിസിനസ്സൊക്കെ ഒന്ന് ഡള്ളായിട്ടിരിക്കുന്നവരൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മാർക്കറ്റിംഗ് രീതികളിലേക്ക് ഇറങ്ങുന്ന ഒരു സമയം. അല്ലെങ്കിൽ ഇപ്പോൾ ഹോട്ടൽ ബിസിനസ്സിലൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു ഹോട്ടലിൻ്റെ ആംബിയൻസ് ഒക്കെ ഒന്ന് മാറ്റുക, അതിൻ്റെ രീതികൾ കാര്യങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും വ്യത്യസ്തത കൊണ്ടുവന്നിട്ട് മാർക്കറ്റിംഗ് രീതികളിൽ വ്യത്യസ്തത കൊണ്ടുവന്നിട്ട് എങ്ങനെ ഏതൊരു കാര്യത്തെയും ക്രിയേറ്റീവായിട്ട് സമീപിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് എല്ലാവരും പോകുന്ന വഴിയെ പോകുന്ന ഒരു രീതിയല്ല, എല്ലാവരും ഈ വഴി പോകുന്നു, അതിനെ നമ്മൾ ഒരു ഷീപ്പ് ഹേർഡിങ് ആ ഒരു രീതിയിലല്ല. അതായത് നമ്മൾ എല്ലാവരും എങ്ങോട്ടേക്കാണ് പോകുന്നത് അതിനെ ഫോളോ ചെയ്ത് പോവുക എന്നുള്ളത് ആട്ടിൻ പറ്റങ്ങൾ പോകുന്ന പോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട് മറ്റൊരാളെ പിന്തുടരുക എന്നുള്ള രീതിയല്ല, മറിച്ച് നിങ്ങളുടേതായിട്ടുള്ളൊരു രീതി എന്തിനും ഏതിനും കാഴ്ചവെക്കുന്നൊരു സ്വഭാവം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. ഈ ഒരു രീതി പിന്തുടരുന്നത് കൊണ്ട് തന്നെ പൊതുവേ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കാം മറ്റാർക്കെങ്കിലും ഒക്കെ. ഇപ്പോൾ ജോലിയിലാണെങ്കിലും വീട്ടിലായെങ്കിലും ഒക്കെ മുതലെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് പൊതുവിൽ നിങ്ങളെ പല രീതിയിൽ മുതലെടുക്കുന്ന ആളുകൾക്ക് മുതലെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അതുകൊണ്ട് കാണിക്കുന്നു. ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അച്ഛനമ്മമാരെ എളുപ്പത്തിലും അവരുടെ ആ ഒരു രീതി അവർ കൊഞ്ചി വന്നിട്ട് കാര്യം സാധിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ അങ്ങനെ സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ മറ്റാരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ മാറ്റി വെച്ചത് ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഇന്ന കാര്യം ഈ ഒരു മാസം എന്തായാലും ചെയ്യണമെന്ന് വെച്ച് മാറ്റി വയ്ക്കുന്നുണ്ടാവും. പതിവ് പോലെ നിങ്ങളുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ മക്കളോ അച്ഛനമ്മമാരോ മറ്റാരെങ്കിലും ഇന്ന കാര്യത്തിന് ഇതിപ്പോൾ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങളെ എല്ലാത്തിനും മുതലെടുക്കുന്ന ഒരു രീതി, ആ ഒരു രീതി പതിവ് പോലെയുള്ള ആ ഒരു രീതി ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ അടുത്ത് ചിലവാകുന്നില്ല എന്നുള്ളത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു കുറച്ച് അത്ഭുതകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ച് ഒരു ഡിഗ്നിറ്റിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം. സെൽഫ് റെസ്പെക്റ്റ് നിങ്ങളിലുണ്ട്. മറ്റുള്ളവർ മുതലെടുക്കാൻ നിങ്ങൾ നിന്നു കൊടുക്കുന്നില്ല. ഇതൊക്കെ വളരെ ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ വളരെയധികം പല കാര്യങ്ങളും വ്യത്യാസം ഉണ്ടാകുന്ന സമയമാണ്. മുന്നോട്ടേക്ക് പോകുന്ന സമയങ്ങളിലും ഈ ഒരു മാറ്റം നിലനിർത്തുന്നതായിട്ടാണ് പലരിലും കാണുന്നത്. എന്നാലും ഓരോരുത്തരെ പ്രത്യേകിച്ച് ഈ ഒരു മാസം ഇങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ഓക്കെ,
അതേപോലെ തന്നെ 8 ഓഫ് സോട്ട്സ് എനർജിയാണ്. പല കാര്യങ്ങളും പെട്ടെന്ന് നടക്കുന്നതായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സർക്കാരുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ റെഡിയാവുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാവുന്നുണ്ട്. ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ ഇൻ്റർവ്യൂ കാർഡ് വരുന്നതും, ഇൻ്റർവ്യൂ ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഓഫർ ലെറ്റർ കിട്ടുക, അതുപോലത്തെ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുറച്ചുകൂടി സ്വയം ഒരു വിശ്വാസം കൂടുന്നുണ്ട്. കാരണം പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ച പോലെ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയം ഒരു ആത്മവിശ്വാസം കൂടുതൽ കാണിക്കുന്നുണ്ട്. പിന്നെ പലരും നിർത്തി അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കണം, ഇനി ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ച കാര്യങ്ങൾ പലതും നിങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്ന കാര്യങ്ങളുണ്ട്. ചില ആളുകൾ ചിലപ്പോൾ ജോലി നിർത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ സാമ്പത്തികമായിരിക്കും മറ്റെന്തെങ്കിലും കാര്യം വെച്ചിട്ട് ഇതിനി ഇവിടെ നിർത്തണോ എങ്ങനെയാണെന്ന് ചിന്തകളാവാം. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിർത്തണം എന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ മതിയാക്കാമെന്ന് വിചാരിച്ചത് വീണ്ടും തുടർന്നുകൊണ്ട് പോകുന്നു. കാരണം സാഹചര്യവശാൽ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് ചിന്തിച്ച കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾ ഒരു തീരുമാനം ഉറപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ ചിലപ്പോൾ റിസൈൻ ചെയ്യുക, ജോലി വിട്ടിട്ട് പുതിയ എന്തെങ്കിലും ഇതിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലി വിട്ടിട്ട് പുതിയൊരു ജോലിയിലേക്ക് പോകുന്ന സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ പലരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നടക്കാത്ത പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രണയം, വിവാഹം ഇത്യാദി കാര്യങ്ങളിലും ആ ഒരു എനർജിയാണ്. അപ്പോൾ വിവാഹം കുറച്ചധികം നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഒത്തിരി ബന്ധങ്ങൾ വരുന്നു, പക്ഷേ അത് വിവാഹം നടക്കുന്നതിന് തൊട്ടടുത്തെത്തുമ്പോൾ അത് മാറിപ്പോകുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചിലരെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നു. ഫൈനലി വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യമൊക്കെ പെട്ടെന്ന് റെഡിയാവുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ 10 ഓഫ് സോട്ട്സ് എനർജി കണക്ഷൻസ് ആണ്. ഇവിടെ കുറച്ചധികം നാളായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ കാര്യത്തിൽ തീരുമാനമാകുന്നുണ്ട്. അതിപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം വിവാഹമായിരിക്കും, മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തെങ്കിലും ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ടുള്ള മാറ്റമാണ്. ചില ആളുകൾ കുറച്ചധികം നാളായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഇപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യണം. ഇപ്പോൾ ഉള്ള ജോലി ചിലപ്പോൾ നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ പുതിയ ജോലിയിലേക്ക് കയറുന്നുണ്ട്, പക്ഷെ പുതിയ ജോലിയിലേക്ക് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടാവില്ല. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു 2 മാസത്തിന് ശേഷം പുതിയ ജോലിയിൽ കയറാം. അതുവരെ ഒരു റെസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുന്ന കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് ചിലവഴിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവഴിക്കുന്നു. പല കാര്യങ്ങളുടെയും പര്യവസാനം സംഭവിക്കുന്ന സമയം, ഏതെങ്കിലും പ്രോജക്റ്റ് എൻഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ പുതിയ പ്രോജക്റ്റ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു യാത്ര പോവുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ വീട് പണി കാര്യങ്ങളായിരിക്കും, എന്തെങ്കിലും നിങ്ങളായിട്ട് തന്നെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ ചില കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് എന്തെങ്കിലും പണികൾ നിങ്ങളായിട്ട് ഇപ്പോൾ എന്തെങ്കിലും വീടിൻ്റെ ഒരു ഭാഗം പുതിയതായിട്ട് ചേർത്ത് ഒരു മുറി കൂടി എക്സ്ട്രാ എടുക്കുന്നതോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ അവധി എടുത്തിട്ട് എന്തെങ്കിലും പണിയുന്നുണ്ടാവും. ഇപ്പോൾ കാറോ വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുന്ന എന്തെങ്കിലും നിങ്ങളായിട്ട് സ്വന്തമായിട്ട് വീട്ടിലേക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാവാം. ഇപ്പോൾ മുറ്റം എന്തെങ്കിലും മുറ്റത്തൊക്കെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം. അപ്പോൾ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികൾ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റെടുത്ത് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ട്, വീട്ടിലെന്തെങ്കിലും റിനോവേഷൻസ് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയൊരു സമയമാണ്, അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നൊരു സാഹചര്യം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡെത്ത് കാർഡാണ്. അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് എല്ലാ അർത്ഥത്തിലും ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ തന്നെ പൂർണ്ണമായിട്ടൊരു മാറ്റം വരുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ലൈഫ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതും. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവത്തിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾ പരിചിതമായിട്ടുള്ള ആളുകൾക്ക് പോലും നിങ്ങളുടെ പരിചിതമല്ലാത്ത മുഖം കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ലൈഫ് എങ്ങനെയാണ്, അതായത് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലൈഫിൽ ചില ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതിൽ ചില ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകുന്ന ഒരു സമയം, അച്ചീവ് ചെയ്യുന്ന സമയമാണ്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ
അത് സാധ്യം. ചില ആളുകൾക്ക് മാനിഫെസ്റ്റേഷൻ ടൈം എന്ന് പറയാം, ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു സമയം കൂടിയിട്ടായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം. ഓക്കെ, അതേപോലെ വീട്ടമ്മമാരെ സംബന്ധിച്ചും റിട്ടയർമെൻറ്റ് ഫേസിൽ നിൽക്കുന്നവർക്ക് പല കാര്യങ്ങളും പുതിയതായിട്ട്, അതായത് ജീവിതത്തിൽ ഇനിയൊന്നും ചെയ്യാനില്ല, ജീവിതം അവസാനിച്ചു എന്നൊക്കെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഇനി ഒത്തിരി കാര്യം ബാക്കിയുണ്ടെന്ന് ഫീൽ ചെയ്യുന്നത്, പുതിയതായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.